ഇന്ന് വൈകിട്ട് കുറച്ച് നേരത്തെ വന്നു. മോനുക്കുട്ടൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ആയിരുന്നേ. എന്നിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. സാമ്പാർ വയ്ക്കാനുള്ള കഷ്ണങ്ങളാണ് പെറുക്കി മുറത്തിൽ വെച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ റേഷൻ വാങ്ങാൻ വേണ്ടി പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് മഴ വീണു. എന്നാൽ പിന്നെ അരി തിളപ്പിക്കാനുള്ളതും സാമ്പാറിനുള്ള പരിപ്പൊക്കെ വേവിച്ച് വെക്കാം ആ സമയത്തെന്ന് വിചാരിച്ചുകൊണ്ട് അതൊക്കെ എടുത്തങ്ങോട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ പോകാൻ ഇറങ്ങിയതാണ്. മോനുകുട്ടൻ ട്യൂഷന് പോയേക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനും മോനുകുട്ടനും കൂടിയാണ് പോയത്. എനിക്കാണെങ്കിൽ ഈ സാധനങ്ങൾ വണ്ടിയിലോട്ടൊന്ന് എടുത്ത് വെക്കാൻ വലിയ ബദ്ധപ്പാടാണ്. ഒരു പ്രാവശ്യം ഞാൻ തനിച്ച് പോയി ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ഒരാഴ്ച തോളും കൈയും എല്ലാം വേദന കൊണ്ട് ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു. അതിൽ പിന്നെ ഞാൻ മോനുകുട്ടനെ കൂടെ കൂട്ടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റേഷൻ വാങ്ങിയൊക്കെ വന്നു. മോനുകുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് മോനുകുട്ടൻ ട്യൂഷന് പോയത്. വന്നു കഴിഞ്ഞ ഉടനെ ഒരു പാക്കറ്റ് നൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാക്കി എനിക്കും തന്നു, മുത്തിനും കൊടുത്തു. അത് കഴിഞ്ഞ് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാനൊക്കെ അങ്ങോട്ട് പോയി. ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി. പിന്നെ കുറച്ച് മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലത്തേക്ക് ദോശ ഉണ്ടാക്കാൻ അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് അരച്ച് വെച്ചു. ചോറൊക്കെ വെന്തു, അത് വാർത്തിട്ടു. സാമ്പാർ റെഡിയായി, പപ്പടം കാച്ചി. അത്താഴത്തിന് സമയമായി. ദേ രണ്ടുപേരും വന്നിട്ടുണ്ട്. ഞങ്ങൾ അത്താഴം വിളമ്പുവാട്ടോ. ചോറും സാമ്പാറും പപ്പടവും മീൻ വറുത്തതും പിന്നെ ഞാനൊരു കഷ്ണം നാരങ്ങ അച്ചാറൂടെ എടുത്തേ. അപ്പോൾ ഇന്നത്തെ അത്താഴത്തിൻ്റെ കറികളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻ്റ് ഇടണേ.